ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അൺഒഫീഷ്യൽ സർവേ 2026 സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ടോപ്പ് 4 എക്സിറ്റ് പോൾ ഏജൻസിയുടെ വിശദമായ പട്ടികകളാണ് കേരള നിയമസഭാ ഇലക്ഷനെ പറ്റി. ആദ്യമായി ആക്സിസ് മൈ ഇന്ത്യ ഏജൻസിയുടെ റിപ്പോർട്ടാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. UDFന് അവർ പറയുന്നത് 79 to 90 സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ LDFന് 49 to 62 സീറ്റും NDAക്ക് 3 സീറ്റും ലഭിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ JVC ടൈംസ് നൗവിനാണ്. അവിടെയും പറയുന്നത് 72 to 84 സീറ്റ് UDFനും LDFന് 52 to 61 സീറ്റ്, BJPക്ക് 3 to 7 സീറ്റാണ് പറയുന്നത്. JVCയിലാണ് NDAക്ക് കൂടുതൽ പറഞ്ഞേക്കുന്നത് 7 സീറ്റ്. അതൊക്കെ എത്രത്തോളം ആവുമെന്ന് നമുക്ക് മെയ് 4 തന്നെ നോക്കിയെടുത്ത് കാണേണ്ടി വരും. അടുത്തത് CNN News 18 ആണ്. CNN പറയുന്നത് 70 to 80 സീറ്റാണ് UDFന് കിട്ടുന്നതെന്നും 58 to 68 സീറ്റ് LDFനും 4 സീറ്റ് BJPക്കും എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രഡിക്ഷൻ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ മാർക്ക് വെച്ചേക്കുന്നത് 71 to 79 സീറ്റ് UDFനും 62 to 69 സീറ്റ് LDFനും അതുപോലെ തന്നെ NDAക്ക് 1 തൊട്ട് 4 സീറ്റ് വരെ ലഭിക്കാം എന്നാണ് ഈ ഇതിൽ പറയുന്നത്. അതുതന്നെ മാട്രിക്സിൽ പറയുന്നത് 70 to 75 UDF, LDFന് 60 to 65 സീറ്റാണ് പറയുന്നത്. അതുപോലെ തന്നെ NDAക്ക് 3 തൊട്ട് 5 സീറ്റ് വരെയാണ് പറയുന്നത്. ഇതിലെല്ലാം തന്നെ നമുക്ക് കാണുന്നത് UDF വ്യക്തമായിട്ടുള്ളൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് കാണിക്കുന്നത്. എങ്കിൽ പോലും 70 to 75 എന്നുള്ളൊരു പ്രപ്പോർഷനാണ് എല്ലാത്തും കൂടെ എളുപ്പമാണെങ്കിൽ നോക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു ഒരു മന്ത്രിസഭയായിരിക്കും വരുന്നത്. കാരണം 70 to 75 എന്നൊക്കെ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ആദ്യകാലത്തെ രീതിയിലുള്ളതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ നിലയിലുള്ളത്. എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം. നാളത്തെ വീഡിയോയിൽ നമ്മൾ 14 ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും ആർക്കൊക്കെ ആയിരിക്കും വിജയസാധ്യത എന്നുള്ളൊരു അടുത്ത വീഡിയോ നമ്മൾ നാളെ തന്നെ ഇടുന്നതായിരിക്കും. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.